ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് രാവിലെ കണ്ണൻ എന്നോട് പറഞ്ഞിരുന്നത് ബട്ടൂര ആക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം ബട്ടൂര ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നമ്മേ. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ബട്ടൂര ഉണ്ടാക്കണം എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു പ്ലാനിങ്ങിൽ ചണ ബട്ടൂര ആക്കാമല്ലോ എന്ന് വിചാരിച്ച് വെള്ളക്കടല ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് രാവിലെ ആയപ്പോഴത്തേനും ശരിക്കും ആരും തന്നെ ഞാനും കണ്ണനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാമിനും കുഞ്ഞുവിനും ഒരു പരിപാടിയൊക്കെ ഉണ്ടായിട്ട് അവർ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉച്ചയ്ക്കും അവരുണ്ടാവില്ല, അവർ വൈകുന്നേരം വരുള്ളൂ, രാവിലെ തന്നെ പോയിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കാനൊക്കെ ചെറിയൊരു മടി വന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ അത് കാരണം പുട്ടാക്കി. ഞങ്ങളുടെ സ്ഥിരം ഒരു ഭക്ഷണമാണ് പുട്ട്. എല്ലാ ദിവസവും ഞങ്ങൾ മിക്കപ്പോഴും പുട്ടാണ്. പിന്നെ അപ്പം ഇഡ്ഡലിയൊക്കെ നമ്മൾ മാറി മാറി ഉണ്ടാക്കും. അപ്പോൾ പുട്ടും കടലയും 2 പപ്പടവും കൂടി ആക്കി. അപ്പോൾ കണ്ണനോട് ഞാൻ കുറേ നേരം പറഞ്ഞു, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഫോണിൻ്റെ മുമ്പിലിരിക്കുക. പിന്നെ ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യം നമുക്ക് ഇത് കഴിച്ചിട്ട് വേണമല്ലോ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചു കേട്ടോ. അരിയും നല്ലോണം കഴുകി കുതിർത്താനൊക്കെ വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ച് സവാളയും കിസ്മിസൊക്കെ ഞാനത് ഫ്രൈയും ചെയ്ത് വെച്ചു കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉച്ചക്കത്തേക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമുക്ക് എപ്പോഴും ഈ ഫുഡിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി പണികളൊക്കെ നമുക്ക് പതിയെ ചെയ്താലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യം കണ്ണന് ബട്ടൂര ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമല്ലോ, അപ്പോൾ വൈകുന്നേരത്തേക്കും ആകുമല്ലോ. അപ്പോൾ ശ്യാമും കുഞ്ഞുമൊക്കെ എത്തുമ്പോഴത്തേനും എല്ലാവർക്കും വൈകിട്ട് ബിരിയാണി കഴിക്കാമല്ലോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാനിൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കിയാണ് എടുത്തിരുന്നത്. ഈ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. അത് ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവായിരിക്കും കേട്ടോ. അപ്പോൾ ശ്യാമിന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ഈ ബിരിയാണിയുടെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ശ്യാമാണ് എനിക്ക് ഈ ഒരു ബിരിയാണിയുടെ ആ ഒരു എനിക്ക് റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ശ്യാമ പണ്ട് അതായത് ജോലിക്ക് ഒരു വർക്ക്ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ ആശാൻ്റെ വീട്ടിൽ എപ്പോഴും ആശാട്ടി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയുടെ ഒരു സ്റ്റൈൽ. പക്ഷേ അതൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ വരാറില്ല. പക്ഷേ എങ്കിലും ഞാൻ ശ്രമിക്കാറുണ്ട് ആ ഒരു ടേസ്റ്റിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു റെസിപ്പി ശ്യാം അവിടെ നിന്ന് ആശാട്ടിനോട് എഴുതി വാങ്ങിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നു. അപ്പോൾ അത് ഞാൻ പാചകമൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഇങ്ങനെ. ഇപ്പം ഞാനതൊരു തട്ടിക്കൂട്ട് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവർ ആ ഒരു ലിസ്റ്റിൽ എഴുതിയൊക്കെ തന്നത്. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ആ ഒരു ടേസ്റ്റ് ശ്യാമിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് സവാളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ഇട്ടു, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയാണ്. എന്നിട്ട് നമ്മളിത് ഒരുമിച്ചാണ് വെക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക, റൈസ് വേറെ കറി വേറെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. എന്നാലും ബിരിയാണി ആക്കണം. സൺഡേക്ക് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് ഈ ബിരിയാണിക്ക് ഉള്ളത് കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു ലേശം 1 സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ലേശം മുളക് പൊടി ചേർക്കുക, ഗരം മസാല ചേർക്കുക. ഇത്രയും പൊടികളെല്ലാം ചേർത്തിട്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഓർക്കും നമുക്ക് അയ്യോ ഒട്ടും പൊടികളില്ല. പക്ഷേ ബിരിയാണിക്ക് ആ ഒരു എരിവും കാര്യങ്ങളും കളറും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇത്രയും വളരെ കുറച്ച് പൊടികളൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന പോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ ചെറുതായിട്ട് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് നല്ല പോലെ ഉണ്ട്. നമുക്ക് ആ ഒരു മണം വരുമ്പോഴേ അറിയാൻ പറ്റും. ആ ഒരു എരിവിൻ്റെ മണം നമുക്ക് പച്ചമുളക് ഇട്ട് നമ്മൾ വഴറ്റുമ്പോൾ ഒരു മണം നമുക്ക് മൂക്കിലോട്ട് ഇങ്ങനെ ആ ഒരു എരിവ് കുത്തി ഇങ്ങനെ വരും. ആ ഒരു രീതിയിൽ നല്ല എരിവൊക്കെ ഉള്ള ഒരു കറി തന്നെയാണ് അത്. നമുക്ക് ആ സ്മെല്ല് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈരും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി പുരട്ടി വെച്ചാണ്ട് ഒരു അരമണിക്കൂറോളം ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഒരു ചിക്കൻ അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റുക കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് റെഡിയായി വരുമ്പോൾ തന്നെ ഒരു 1:30 മണിയൊക്കെ ആയിട്ടോ. കാര്യം ഞാൻ ഒരുപാട് കണ്ണൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആൾ കഴിച്ചത്. ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ആൾക്ക് ഞാൻ ഇടയ്ക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ വിശക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ആ ഒരു ചിക്കനൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം വരും. പിന്നെ അത് കൂടാതെ എന്താ പറയുക, നമ്മൾ ആ റൈസിൽ കുതിർത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം കുറവാണ്. നമ്മൾ ഇരട്ടി വെള്ളമാണല്ലോ എടുക്കുന്നത്, അതിലും ഒരു ഇച്ചിരി കുറവാണ് കേട്ടോ ഞാൻ എടുത്തത്. കാര്യം വെന്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കനിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളിപ്പോൾ 2 ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ്സിലും ഒരു ഇച്ചിരി കുറവാണ് ഇട്ടിരുന്നത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടാകും. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അവിടേക്കൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി. എന്തായാലും ഊണ് കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് വെള്ളം വറ്റാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വേവാനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു കേട്ടോ. കാര്യം അതൊന്നുകൂടി അത് കുഴഞ്ഞൊട്ടും പോയിട്ടില്ല. ജീര റൈസാണ് കേട്ടോ ഞാൻ ഈ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. എനിക്ക് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ജീര റൈസാണ് ഇഷ്ടം. അപ്പോൾ ഒന്നുകൂടി ആവാനുണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേനും എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വേണേൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെച്ചില്ല. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസൊക്കെ എടുത്ത് അതിലോട്ടിട്ടു. അങ്ങനെ നമ്മളുടെ ആ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൺഡേയ്സിൽ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പം നമുക്ക് അതുവരേക്കും ടാറ്റ ബൈ ബൈ.